നമുക്കൊന്ന് കണ്ണൂരിലേക്ക് പോകാം. കണ്ണൂർ കക്കാട് റോഡിൽ പുഴ കരകവിഞ്ഞൊഴുകി റോഡിൽ വെള്ളം കയറി. ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. തൊട്ടടുത്ത് നിർമ്മിച്ച സ്വിമ്മിംഗ് പൂളിന്റെയും റോഡിന്റെയും അശാസ്ത്രീയ നിർമ്മാണമാണ് വെള്ളം കയറാൻ കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അവിടേക്കൊന്ന് ചെന്ന് നോക്കിയാൽ റോഡ് ഏതാ പുഴ ഏതാ എന്ന് അറിയാൻ കഴിയാത്ത രീതിയിൽ അപകടകരമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നാണ് തുഷാര പറയുന്നത്. തുഷാരയുടെ റിപ്പോർട്ടിലേക്ക്. ഇന്നലെ മുതൽ കണ്ണൂർ ജില്ലയിൽ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നും ശക്തമായ മഴ തന്നെ തുടരുകയാണ്. ഈ മഴയിൽ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കക്കാട് റോഡിലാണ്. റോഡും പുഴയും ഏതാണെന്ന് മനസ്സിലാകാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. മഴ പെയ്തതോടുകൂടി പുഴ കര കവിഞ്ഞ് റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ കക്കാട് റോഡിൽ റോഡ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ട നിലയിലാണുള്ളത്. ഈ വെള്ളം കയറിയ റോഡിലൂടെയാണ് വാഹനങ്ങളും മറ്റും പോകുന്നത്. ഇതിൻ്റെ റോഡിൻ്റെ അതിര് മനസ്സിലാകാതെ പുഴയിലേക്ക് വീഴാനുള്ള അപകടം സംഭവിക്കാനുള്ള വലിയ അപകടത്തിനുള്ള എല്ലാ സാധ്യതകളും ഇവിടെയുണ്ട്. റോഡിൽ സഞ്ചരിക്കാനാവാതെ നിരവധി യാത്രക്കാരാണ് വഴിമാറിപ്പോകുന്നത്. നാട്ടുകാരൊക്കെ റോഡിന് സമീപം കൂടിയിട്ടുണ്ട്. എന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ 2-3 ദിവസങ്ങളിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ അവസ്ഥ എന്നും ഇതാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചേട്ടാ, മഴ പെയ്താൽ എപ്പോഴും റോഡ് ഇതേ അവസ്ഥയാണ്. ഇതിൽ ഒന്ന് അശാസ്ത്രീയമായിട്ടുള്ള സ്വിമ്മിംഗ് പൂള്, 2 റോഡിൻ്റെ ഉയരക്കുറവ്. അത് ഉയരക്കുറവുള്ള കാലത്തോളം പിന്നെ റോഡിന് ഉയരം കൂട്ടാത്ത കാലത്തോളം എപ്പോഴും മഴ പെയ്താൽ 2 മഴ പെയ്താൽ തന്നെ ഇതാ അവസ്ഥ റോഡിൻ്റെ. ഇനി 2 ദിവസം തുടർച്ചയായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഇങ്ങോട്ട് തോളും കക്കാട് അങ്ങാടി വരെ വെള്ളം എത്തുന്ന അവസ്ഥയിലുണ്ടാകുക. റോഡിൻ്റെ ഉയരം കൂട്ടി കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും. ഒരു പരിധി വരെ, ഒരു മുഴുവനായിട്ട് തീർന്നില്ലെങ്കിൽ ഒരു പരിധി വരെ ചെറുതായിട്ട് പ്രശ്നങ്ങൾ തീരും. ഈ സ്വിമ്മിംഗ് പൂള് പറഞ്ഞല്ലോ, സ്വിമ്മിംഗ് പൂള് അശാസ്ത്രീയമായി നിർമ്മിച്ചതുകൊണ്ട് കൂടിയാണോ ഈ വെള്ളം കയറുന്നത്? വെള്ളം കയറുന്നത് തീർച്ചയായിട്ടും. ആ സ്വിമ്മിംഗ് പൂൾ ഒന്നും ഉപയോഗിക്കാണ്ട് വെറും പട്ടികൾ മാത്രം ഉപയോഗിക്കുന്ന സ്വിമ്മിംഗ് പൂളാണ്. ആ സ്വിമ്മിംഗ് പൂളിൻ്റെ അശാസ്ത്രീയ പ്രവർത്തനം കൂടിയാണ് ഇതിന് പ്രധാന ഒരു കാരണം. ഇനി നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ കക്കാട് ടൗണ് കൂടി വെള്ളം കയറുന്ന സാഹചര്യമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. തൊട്ടടുത്ത് തന്നെ ഒരു സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ചിട്ടുണ്ട്. നാളുകളായി സ്വിമ്മിംഗ് പൂൾ ഇവിടെ അടഞ്ഞു കിടക്കുകയാണ്. യാതൊരു ഉപയോഗവും ഇല്ലാതെ കിടക്കുകയാണ്. ഇതിൻ്റെ അശാസ്ത്രീയ നിർമ്മാണവും റോഡിൻ്റെ അശാസ്ത്രീയ നിർമ്മാണവും കൂടിയാണ് ഇത്തരത്തിൽ വെള്ളം കയറാനുള്ള ഒരു സാഹചര്യമുള്ളത് എന്നുകൂടി നാട്ടുകാർ പറയുന്നുണ്ട്. റോഡിൻ്റെ ഉയരം അല്പം കൂട്ടുകയാണെങ്കിൽ താൽക്കാലികമായെങ്കിലും ഈ റോഡിൽ വെള്ളം കയറുന്നതിന് പരിഹാരമുണ്ടാകും എന്നാണ് നാട്ടുകാരും പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ തുഷാര പ്രമോദ്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.